ഇന്ന് ബക്രീദ്. പരസ്പര സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ഈ പുണ്യദിനത്തിൽ സൂപ്പർ സ്റ്റാറിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ബക്രീദ് ആശംസകൾ. ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും കുടുംബങ്ങൾക്കും ഞങ്ങളുടെ നമ്മുടെ വലിയ പെരുന്നാൾ ആശംസ. ഷാനിക്ക, എന്താണ് പരിപാടി ബക്രീദ് ഒക്കെ ആയിട്ട്? ദമ്മ് പൊട്ടിക്ക, ബിരിയാണി കഴിക്കാം. ഞങ്ങൾക്കും കൂടെ തീർച്ചയായിട്ടും. ഷാൻ അത് പറ്റില്ല, ഇന്ന് ഷാന്റെ വക എല്ലാവർക്കും ബിരിയാണി. തീർച്ചയായിട്ടും മഞ്ചേരി പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് എന്റെ വകയാണ്. ഇവിടെ എല്ലാവർക്കും ബിരിയാണി. ഇത്തുണ്ടാക്കില്ലേ നല്ല സൂപ്പർ ബിരിയാണി? എനിക്കൊന്ന് എനിക്ക് കിട്ടിയ ആ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, ഇപ്പൊ സൈറയാണെങ്കിലും ശരി, മമ്മിയാണെങ്കിലും ശരി, എന്റെ സിസ്റ്റർ, എന്റെ മദർ ഇൻ ലോ ഒക്കെ ആണെങ്കിലും നല്ല യമണ്ടൻ ഒന്നാന്തരം ബിരിയാണി അവരുണ്ടാക്കുന്നുള്ളതാണ്. ആ സത്യമല്ലെങ്കിൽ പോലും കേൾക്കുമ്പോ ഒരു വല്ലാത്ത സന്തോഷം. അതെ, അടുത്തിരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് ബക്രീദ് ഒക്കെ ആയിട്ട് ജഡ്ജസ് നമുക്കൊരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാട്ട് വേണം. റസൂലേ 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 നിൻവരവാലേ, റസൂലേ 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 നിൻവരവാലേ, പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ, പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ, റസൂലേ നിൻ കനിവാലേ, റസൂലേ നിൻവരവാലേ, റസൂലേ നിൻ കനിവാലേ, റസൂലേ നിൻവരവാലേ, റസൂലേ 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 നിൻ കനിവാലേ, റസൂലേ 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 നിൻവരവാലേ, റസൂലേ റസൂലേ റസൂലേ. ഓക്കെ, താങ്ക് യു ജഡ്ജസ്, താങ്ക് യു. എല്ലാവർക്കും വൺസ് അഗൈൻ ബക്രീദ് ആശംസകൾ. എല്ലാവരും ദമ്മ് പൊട്ടിക്കൂ, ബിരിയാണി കഴിക്കൂ. അതെ, ഓക്കെ ജഡ്ജസ്, അപ്പൊ നമുക്ക് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നമ്മള് ഷെഡ്യൂളൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞു. ഇത് ഈ ഷെഡ്യൂളിലെ ലാസ്റ്റ് എപ്പിസോഡാണ്. ഇനി വരുന്ന എപ്പിസോഡ് എലിമിനേഷൻ ആണ്. പാട്ടുള്ള ലാസ്റ്റ് എപ്പിസോഡാണ് ഇന്ന്. ഇപ്പൊ നമ്മൾ പ്രീ ക്വാർട്ടറിലേക്ക് കടക്കാൻ പോവാണ്. അതൊരു സന്തോഷം. തീർച്ചയായും. ബാക്കി ഒന്നും നമ്മളിപ്പോ ആലോചിക്കണ്ട, നമ്മൾ അടിച്ചു പൊളിക്കാൻ പോകുന്നു. അതെ, അതെ, ലാസ്റ്റ് എപ്പിസോഡിലെ ഭാവഗീതം റൗണ്ടില് മാജിക് ബീച്ചിൽ നിന്ന് കാർത്തികയാണ് വന്നത്. ഇനി മിസ്റ്റിക് രാഗാസിൽ നിന്നാണ് വിളിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് വെൽക്കം അക്ഷയ്. മയ്യണി കണ്ണിന്റെ മഞ്ചാടിക്കടവത്ത് മണിമാരൻ വരുന്നതും കാത്ത്, കസ്തൂരി നിലാവിൻ്റെ കനവു പുൽപ്പായയിൽ ഉറങ്ങാതിരുന്നോളെ, ഉറങ്ങാതിരുന്നോളെ. എന്തേ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല,
അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ ആകാശത്തോപ്പിൻ കിന്നരൻ എന്തേ എന്നും വന്നില്ല നിന്നോടൊന്നും ചൊല്ലില്ല അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ ആകാശത്തോപ്പിൻ കിന്നരൻ മണിവളത്തിളങ്ങണ കയ്യാലെ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ് മണിവളത്തിളങ്ങണ കയ്യാലെ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ് മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ് മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ് ഓ വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റേറും മഴപ്രാവേ ഓ കളിയാടിപ്പാടാൻ നേരമാ തരരാര 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 തര തരരാര 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 തരര തരരാര തര തരരാര തരേര ആ തരരര തരേര എൻ ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ നിനക്കായി മാത്രം തുറക്കാം ഞാൻ നിൻമിഴിയാകും മധുപാത്രത്തിലെ നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മരമധുരം നുകരാം ഞാൻ മാസ്മരമധുരം നുകരാം ഞാൻ മണിവളത്തിളങ്ങണ കയ്യാലെ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ് മണിവളത്തിളങ്ങണ കയ്യാലെ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ് മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ് മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ് ഓ വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റേറും മഴപ്രാവേ ഓ കളിയാടിപ്പാടാൻ നേരമാ എന്തേ ഇന്നും വന്നില്ല നിന്നോടൊന്നും ചൊല്ലില്ല അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ മധുവർണ്ണ പൂവല്ലേ നറുനീല പൂമോളല്ലേ മധുവർണ്ണ പൂവല്ലേ നറുനീല പൂമോളല്ലേ മധുരപ്പതീനേഴിൻ ലങ്കി മറിയുന്നോളെ ലങ്കി മറിയുന്നോളെ ലങ്കി മറിയുന്നോളെ ലങ്കി മറിയുന്നോളെ നിൻ പ്രണയത്തിൻ താമരനൂലിൽ ഓർമ്മകൾ മുഴുവൻ കോർക്കാം ഞാൻ ഓർമ്മകൾ മുഴുവൻ കോർക്കാം ഞാൻ നിന്നെയുറക്കാൻ പഴയൊരു ഗസലിൻ നിന്നെയുറക്കാൻ പഴയൊരു ഗസലിൻ നിർവൃതിയെല്ലാം പകരാം ഞാൻ നിർവൃതിയെല്ലാം പകരാം ഞാൻ എന്തേ ഇന്നും വന്നില്ല നിന്നോടൊന്നും ചൊല്ലില്ല
അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ ആകാശത്തോപ്പിൻ കിന്നരൻ മണിവളത്തിളങ്ങണ കയ്യാലെ വിരൽ ചൊട്ടി വിളിക്കണതാരാണ് മണിവളത്തിളങ്ങണ കയ്യാലെ വിരൽ ചൊട്ടി വിളിക്കണതാരാണ് മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ് മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ് ഓ വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റേറും വഴക്കാവേ ഓ കളിയാടിപ്പാടാൻ നേരമാ കളിയാടിപ്പാടാൻ നേരമാ ഗുഡ്. അരെ വാ വാ വാ. അക്ഷയ്, ഹലോ. ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. താങ്ക് യു എം ജി സാർ. അക്ഷയ്, സാർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. കാരണം വിദ്യാജിയുടെ എല്ലാ പാട്ടുകളും കേൾക്കാൻ ഇൻപം തുളുമ്പുന്ന ഗാനങ്ങളാണ്. പ്രത്യേകിച്ച് ഈ പാട്ട്, അതിനകത്ത് അക്ഷയ് കുറേ പോർഷൻസ് അതിമനോഹരമായിട്ട് പാടി. താങ്ക് യു സാർ. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അനുപല്ലവിയുടെ തുടക്കം, എൻ ഹൃദയത്തിൻ ചന്ദനവാതിൽ, അവിടെയൊക്കെ നല്ല ഭംഗിയായിരുന്നു. അത് പാടി ഇങ്ങോട്ട് വന്നപ്പം നുകരാം ഞാൻ എന്നുള്ള പോർഷൻ വന്നപ്പോൾ ഒന്ന് സ്ലിപ്പായി. പിന്നെ നുകരും ഞാൻ തിരി ശ്രുതി ഒക്കെ അങ്ങോട്ട് പോയി. ഞാൻ നല്ല ഭാഗങ്ങൾ മാത്രം പറയാം. പിന്നെ അതുപോലെ തന്നെ ചരണ ഓപ്പണിങ് നല്ല രസമായിട്ട് പാടി. അപ്പം പാടാൻ അറിയാം, പക്ഷെ എന്തുകൊണ്ടാണ് ഈ ശ്രുതി ഇങ്ങനെ പോകുന്നത് എന്നാണ് എൻ്റെ ഒരൊറ്റ ചോദ്യം. എന്തേ ഇന്നും വന്നില്ല? അവിടെയൊക്കെ ഈസി ആയിട്ട് ശ്രുതിയിൽ നിൽക്കാവുന്നുള്ള സ്ഥലങ്ങളാണ്. എന്തേ ഇന്നും വന്നില്ലെന്ന് പാടിക്കേ. എന്തേ ഇന്നും വന്നില്ല നിന്നോടൊന്നും ചൊല്ലില്ല അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ഗന്ധർവൻ അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും സ്വപ്നം നീ സ്വപ്നം കാണും നീ സ്വപ്നം 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 കാണും സ്വപ്നം കാണും സ്വപ്നം കാണും അടുത്ത ആകാശത്തോപ്പിൻ കിന്നരൻ കിന്നരൻ എന്ത് പറ്റി? ആകാശത്തോപ്പിൻ കിന്നരൻ ശരിയാണോ? പറയൂ. കിന്നരൻ കറക്റ്റ്. അപ്പൊ അറിയാം. അപ്പൊ അത് എന്തുകൊണ്ടാണ് അതിന്റെ വിട്ടുപോകണമെന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം അത് അവിടെയൊക്കെ ആ കിന്നരൻ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് തക്കൻ 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 എന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി, ഒരു സുഖം വരുന്നത്. ഞാൻ കൂടുതലിട്ട് നീട്ടുന്നില്ല. ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം ഈ ശ്രുതി ഇത്തിരി അശ്രദ്ധയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എങ്കിൽ തന്നെ നല്ലൊരു പാട്ട്, നല്ല രസമുള്ളൊരു പാട്ട്, ഇന്നത്തെ ഈ എപ്പിസോഡിന് പറ്റിയൊരു പാട്ട്, എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പെരുന്നാളിൻ്റെ ഒരു മണം ഇങ്ങനെ അടിച്ചു. ഓക്കെ അക്ഷയ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ശരത് സാർ. അപ്പൊ നീ നന്നായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് നിനക്കൊരു ഉഴപ്പുണ്ടോ എന്നൊരു ചെറിയ തോതിലല്ല, വളരെ തീവ്രമായിട്ട് എനിക്ക് തോന്നി. ശ്രുതി കുറച്ച് പാടുമ്പോൾ ഒട്ടും കംഫർട്ടബിൾ ആവുന്നില്ല സാർ. അത് ശരിയാക്കിക്കൊള്ളണം. ഇവിടെ ഈ സമയത്തൊക്കെ നല്ല നല്ല അലുവ പോലെ ഇരിക്കണം ചെവിയും. പിന്നെ അത് ഞാൻ പറയുന്നത് ഇപ്പം ഇനി വരുന്നത് ആ ആഡ്ലി പോർഷനിൽ അത് കൃത്യമാക്കാമോ? മയ്യണി കണ്ണിൻ്റെ മഞ്ചാടിയൊക്കെ ഒന്ന് നന്നാക്കി, മഞ്ചാടിക്കകത്തൊക്കെ എണ്ണ വീണോ? മഞ്ചാടിക്കടവത്ത് മണിമാരൻ വരുന്നതും അതിന്റെ ആദ്യത്തെ പോർഷൻ ഒരു ക്ലാരിറ്റി കൊണ്ടുവന്ന്. മണിമാരൻ വരുന്നതും അത് കേക്കട്ടെ. വരുന്നതും കാത്ത് കസ്തൂരി വേണ്ട, ഞാൻ പറഞ്ഞ ഏരിയ കഴിഞ്ഞു. ഓക്കെ സാർ. അതുപോലെ പിന്നെ ആ ക്രോമാറ്റിക്കിനൊരു ക്ലാരിറ്റി വേണോടാ. ആകാശത്തോപ്പിൻ കിന്നരൻ വേണ്ടേ? എല്ലാം കൂടെ കുഴഞ്ഞ് ലങ്കി പറഞ്ഞാൽ മതിയോ അവിടെ?
ഇല്ല. ആ സത്യം പറഞ്ഞാൽ നിനക്ക് അടിച്ച് തകർക്കാവുന്ന ഒരു പാട്ടായിരുന്നു. പിന്നെ അവിടെ എന്താ ചില ഏരിയ ബ്യൂട്ടിഫുൾ ആയിട്ടുമുണ്ട്. താങ്ക് യു. അവിടെ നിന്നെ അടങ്കലെടുത്ത് ചീത്ത പിടിക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ആ ഓ ആണ് ഏറ്റവും ഡാമേജിങ് ആയിരുന്നത്. എന്തോ ഭയങ്കര അതിൽ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് പിന്നെ കിട്ടിയില്ല സാർ. ആ പോട്ടെ, കുഴപ്പമില്ല. അതുപോലെ പിന്നെ താമര നൂലൻ ആ മുഴുവൻ അത് നമുക്ക് ആ ഒരു ലൈൻ ഒന്ന് പാടാമോ? നിൻ പ്രണയത്തിൻ നിൻ പ്രണയത്തിൻ താമര നൂലിൽ ആ ഓർമ്മകൾ മുഴുവൻ കോർക്കാം ഞാൻ, ഓർമ്മകൾ മുഴുവൻ ഓർമ്മകൾ മുഴുവൻ കോർക്കാം ഞാൻ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, നല്ലത്. അതുപോലെ ആ നീ സ്വപ്നം കണ്ടു എന്നുള്ളത് സ്വപ്നം നീ ഉരുണ്ടടിച്ച് താഴെ വീണു. അത് അങ്ങനെയൊന്നും വരാതിരിക്കണം സാർ. കേട്ടോ. അത് നിങ്ങൾ കത്തിജ്വലിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് ഈ ഇരിക്കുന്ന 4 പേര് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അതിനൊന്നും ഒരു ഇതും വരുത്തരുത്. നീ ഉഴപ്പുന്നുണ്ടോ? ഇല്ല സാറേ. റജി ഒന്ന് വരാമോ സ്റ്റേജിൽ? എന്താണ് ഈ ചെറുക്കൻ ഉഴപ്പുന്നുണ്ടോ? ഇല്ല സാർ, അവൻ ഈ പാട്ട് കിട്ടിയപ്പോൾ മുതൽ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിക്കാൻ വേണ്ടി. ഇതൊന്ന് മാറ്റി തരൂ. അല്ല, പഠിക്കാൻ വേണ്ടിയിട്ട്. അവന്റെ ജോണറിലുള്ള പാട്ട് തന്നെയാണെന്നുണ്ടെ ഹാപ്പി ആയിരുന്നു. പഠിക്കുന്നും ഉണ്ടായിരുന്നു. ദിവസവും വിളിച്ചിട്ട് ഞങ്ങൾ 2 പേരെയും ഗ്രൂപ്പ് കോൾ ചെയ്യും. പിന്നെ 1 മണിക്കൂറോളം പ്രാക്ടീസാ. ഈ പാട്ട് വളരെ സിൻസിയർ ആയിട്ട് ഒരാളാണ്, അതിൽ ഒരു ഡൗട്ടും ഇല്ല. ഈ ഒരു പാട്ടിൽ അവൻ ഉഴപ്പിയോ എന്നാ എന്റെ ചോദ്യം അതാണ്. ഇല്ല, ഈ പാട്ടില് ആ ഓ എന്നുള്ള സംഗതി മാത്രം അവനടുത്ത് ക്ലിയർ ആക്കണം. അതിൽ കോൺഷ്യസ് ആവണ്ട, അത് ക്ലിയർ ആക്കണം. അത് പഠിച്ചിട്ടും ഉണ്ടായിരുന്നു കൃത്യമായിട്ട്. ഇവിടെ വരുമ്പോ സംഭവിച്ചു പോയ മിസ്റ്റേക്ക് ആണ് അല്ലേ? ആണോ? എന്തൊക്കെയാണ് റജിയെ കാണാൻ കഴിഞ്ഞാൽ കുറെ സന്തോഷം. റജി അല്ല സാർ, പ്രേക്ഷകർക്കും പാട്ട് ആ പാടിക്കണ്ടേ? ശരിയാണല്ലോ. ഇതാണ് ഞങ്ങളുടെ മറ്റൊരു ഗ്രൂമർ റജി ചേച്ചി. പാടാൻ പോവുകയാണ്. മൈക്ക് കൊടുക്കൂ. പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടം താനറിയേ ഏടറിയേ എഴുത്തറിയേ എഴുത്ത് വഹനാനറിയേ പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടം താനറിയേ ഏടറിയേ എഴുത്തറിയേ എഴുത്ത് വഹനാനറിയേ എട്ടില എഴുതവില്ല എഴുതി വച്ച് പഴക്കമില്ല ഇലക്കണം പഠിക്കവില്ല തലക്കണമോ എനക്ക് ഇല്ല പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടം താനറിയേ ഏടറിയേ എഴുത്തറിയേ എഴുത്ത് വഹനാനറിയേ. ഇത് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം, നമ്മുടെ ഗ്രൂമേഴ്സിന്റെ ക്വാളിറ്റി. അത്രയും നന്നായി പാടാൻ കഴിവുള്ളവരാണ് 2 പേരും. നമ്മൾ ചുമ്മാ നടത്തുകയല്ല. ഇതിനൊരു ഓരോ കാര്യങ്ങളും നോക്കാൻ ഇവിടെ ആളുകളുണ്ടെന്നുള്ളത് ജനങ്ങളൊന്നും അറിയണമല്ലോ, അതിന് വിളിച്ചതാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു റജി ചേച്ചി. താങ്ക് യു റജി. ഷാനിക. അക്ഷയ്, ഇക്ക സാധാരണ രീതിയിൽ അക്ഷയ് ഇവിടെ വരുമ്പോൾ അക്ഷയ് ഭയങ്കര ഫോക്കസ്ഡ് ആണ്. അക്ഷയ് ഓപ്പോസിറ്റ് ടീമിലുള്ള ആളാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് അക്ഷയ് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സിംഗറാണ്. താങ്ക് യു. കാരണം അക്ഷയുടെ റേഞ്ച് അത് ഒന്നാമത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്കും ആ റേഞ്ചിൽ പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ മൺപാതയാണെങ്കിലും എനിക്ക് അങ്ങ് ആ ഒരു അഡാർ റേഞ്ച് എത്തിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കര ഒരു ഹരം ആണ് അവിടെ എത്തിക്കുക എന്ന് പറയുന്നത്. ഇത്തവണ ഞാൻ ഭയങ്കര ഡിസോറിയൻറ്റഡ് ആയിട്ട് ഒരു ഡിഫറെൻറ്റ് അക്ഷയാണ് ഞാൻ കണ്ടത്. ഇത് അക്ഷയ്ക്ക് പൂട്ട് പോലെ പാടാൻ പറ്റുന്ന പാട്ടാണ്. അക്ഷയ് 100-ൽ 100 മാർക്ക് വാങ്ങിക്കാൻ കെൽപ്പുള്ളൊരു പാട്ടാണ് ഇത്. എനിക്ക് ആകെ തോന്നിയൊരു കാര്യം, ഇപ്പം ജയേട്ടൻ്റെ ഭാഗമുണ്ടല്ലോ, എന്തേ ഇന്നും വന്ന് അവിടെ തൊട്ടാണല്ലോ ജയേട്ടൻ്റെ പോർഷൻ തുടങ്ങണേ. അതിന് മുന്നേ ഉള്ള പോർഷൻ വേണമെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് പാടിക്കണം. ചിലപ്പം ആ ഒരു ടെൻഷനും കൂടെ ഇങ്ങോട്ടേക്ക് ക്യാരി ഓൺ ചെയ്തോ എന്നുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. എനിവേസ് അത് കഴിഞ്ഞത് കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. അക്ഷയ് ചേച്ചി. സൂപ്പർ സെലക്ഷൻ. താങ്ക് യു ചേച്ചി. എനിക്ക് അക്ഷയുടെ വോയിസിൽ ഈ പാട്ട് മനോഹരമായിട്ടുണ്ടായിരുന്നു. ആ തുടക്കം താങ്ക് യു ചേച്ചി. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ തുടങ്ങിയ ആലാപ്പൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ ഇടയിൽ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. പിന്നെ വീണ്ടും ശരിയായി. പിന്നെ ചെറിയ ചെറിയ
മിസ്റ്റേക്കുകൾ വരുന്നു, പക്ഷെ ഓക്കെ ആവുന്നു. അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല, എന്നാൽ നന്നായി പാടുകയും ചെയ്തു. അപ്പം ഇതിലിപ്പോൾ ഞാനും ഇത് തന്നെയാണ് MG സർ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഞാനും നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഓ എന്ന് പാടി അത് മോന് തന്നെ അറിയാം, അവിടെ അത് കംപ്ലീറ്റ് ജസ്റ്റിസ് ആയില്ല അവിടെ, അല്ലേ? ചില സംഗതികൾ വരുന്നുണ്ട്, അത് മ്യൂസിക് ഇല്ലാണ്ട് പാടുമ്പോൾ അത് വരുന്നുണ്ട്. പക്ഷെ എല്ലാം ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം വരുമ്പോഴത്തേക്ക് ആ സംഗതികൾ വരാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് വർക്ക് ചെയ്യണം. അല്ലാതെ മനോഹരമായിട്ട് പാടി, ചില ഭാഗങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടും. പ്രതീക്ഷിക്കാത്ത ചില സംഗതികളൊക്കെ അത് പാടുമോ എന്ന് നമ്മൾ ഡൗട്ട് അടിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പാടും, അത് നല്ല ഭംഗിയായിട്ട് പാടും. പക്ഷെ ഈസി ആയിട്ട് പാടാൻ പറ്റിയ സാധനങ്ങൾ ചിലപ്പം സ്ലിപ്പായി പോകുന്നു. ഇതെന്തായാലും നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും മോനെ സുന്ദരനായിട്ടുണ്ട്, ഐശ്വര്യമായിട്ട് നിന്ന് നല്ലൊരു പാട്ട് കൊണ്ടുവന്ന് നല്ലപോലെ പാടി. നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, ഇനിയും നന്നാക്കാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. MG സർ 8.8. താങ്ക് യു സാർ. ശരത് സർ 8 താങ്ക് യു സാർ. അക്ഷയ് ഓക്കെ, സോ ടോട്ടൽ 17.6. താങ്ക് യു. ഓക്കെ ഓക്കെ, ജഡ്ജസ് നമുക്കിനി സ്വാപ്പ് റൗണ്ടിലേക്ക് പോവാം. ലാസ്റ്റ് ആണ്, ഇനി സ്വാപ്പ് റൗണ്ടും കൂടെ ഉള്ളു നമുക്ക്. കഴിഞ്ഞു അതോടെ. അപ്പൊ 2 ടീമിൽ നിന്നും ഉള്ള ലാസ്റ്റ് പെർഫോമൻസ് ആണ്. ഇവിടെ നിന്നും ഒരാള്, ഇവിടെ നിന്നും ഒരാള്. സോ UGS ഗോൾഡ് ലോൺ മിസ്റ്റിക് രാഗാസിൽ നിന്ന് വരുന്നു ശിവാനി.
ശിവാനി സൂപ്പർ പാട്ട് സെലക്ഷൻ. താങ്ക് യു. ഇതാരാ പാടിയത്? MG സർ. അങ്ങനെ ആരാ പാടിയത്? MG സർ. അപ്പൊ MG സാർ എന്തെങ്കിലും എക്സ്പ്രഷൻ കാണിക്കാമല്ലോ. പക്ഷെ ഐ എം പ്രൗഡ് ഓഫ് യു. ഞാനോട് പറഞ്ഞു ഇപ്രാവശ്യം ഒന്നും തെറ്റിക്കരുത്, എല്ലാം കറക്റ്റ് ആയിട്ട് പാടണം. പക്ഷെ ഓക്കെ, ഗുഡ് ഗുഡ്. പാറു, അശ്വിൻ പാടിയത് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അശ്വിനെ ചേച്ചി അവിടെ നിന്ന് വഴക്ക് പറയുന്നത് ഞാൻ കണ്ടു. അശ്വിൻ അവിടെ ആരും നുള്ളിയതുപോലെ കേൾക്കുന്നില്ല. ഓക്കെ, MG സാർ. ശിവാനി സർ. നല്ലൊരു പാട്ടാണ്. കാരണം എപ്പോൾ കേട്ട് കഴിഞ്ഞാലും നമുക്ക് ഒരു ഉന്മേഷം തോന്നുന്ന ഒരു പാട്ട്. ഇതിന്റെ സംഗീത സംവിധാനം കണ്ണൂർ രാജൻ മാസ്റ്റർ. എഴുതിയത് ഷിബു ചക്രവർത്തി സർ. പാടിയത് ഞാൻ. പിന്നെ ചിത്രം. ഓക്കെ, നന്നായിരുന്നു. രസമായിട്ട് പാടി കേട്ടോ. 2-3 സ്ഥലങ്ങളാണ് എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. പാടത്തോ പല്ലവിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അനുപല്ലവിയില് ഓലത്തുമ്പത്ത് കഴിഞ്ഞിട്ട് വരുന്ന പാടം കൊയ്യുമ്പോൾ ആ ഒരു പോർഷൻ മോക്കെത്തിയോ എന്നൊരു സംശയമുണ്ട്. അടുത്തത് പുഴയോരത്ത് പോയി കളിയും ചിരിയും അത് കളിയും ചിരിയും ആ ഒരു കളിയും ചിരിയും നുകരാം. പിന്നെ എന്റെ പൊന്നുമോനെ നീ ഉണ്ടല്ലോ, നിന്നെ എന്തോ കടിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അശ്വിൻ എന്തോ അതുവരെ നല്ല രസത്തിൽ വന്നിട്ട് പെട്ടെന്നൊരു ഭീകര ഐറ്റത്തിലേക്ക് പോയത്. നിനക്ക് എന്തോ പറ്റിയത്? ഞാൻ ഉദ്ദേശിച്ച സംഗതിയല്ല തൊണ്ടയിൽ വന്നത്. അതിനകത്ത് എന്ത് സംഗതി ഇരിക്കുന്നത്? ചുമക്ക് വെറുതെ പാടിക്കും. ശരിക്കും ആരോ കടിച്ചതുപോലെ ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോഴത്തേക്ക് എന്തോ ടേക്ക് ഓഫ് വരെ കറക്റ്റ്. ഇത് മോനങ്ങനെ പാടിയപ്പോഴേ നന്നില്ലേ? ഇതാ ഇവിടെ വരെ എന്നൊരു പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? ഇതാ ഇവിടെ വരെ ഈ യുഗ സംഗമ സന്ധ്യ വരെ യുഗപരിണാമത്തിൻ പാരര തനിനി ഇതാ അവിടെ എക്കോ ഒക്കെ വരും. ഇത് സ്ഥിരമായിട്ട് നമ്മുടെ, ഞാൻ പേര് പറയുന്നില്ല, നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഒരു വലിയ പാട്ടുകാരൻ പാടും. അപ്പം അങ്ങനെ പണ്ട് ഈ ഉത്സവപ്പറമ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാവിൻ്റെയൊക്കെ കൊമ്പയിലൊക്കെ ആയിരിക്കും വലിച്ചു കെട്ടി വയ്ക്കുന്ന ടാർപ്പാളമൊക്കെ. നല്ല നീറും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഇയാൾ ഈ പാൻറ് ഇട്ടുകൊണ്ട് പാടി തുടങ്ങിയപ്പോഴത്തേക്ക് നീറെന്ന് പറഞ്ഞാൽ അറിയാമോ? ചുമന്ന കളറിലുള്ള ഒരു ഐറ്റം കടിക്കും, നല്ല കടിയാ. അത് കടിച്ചാൽ വിടത്തില്ല. അങ്ങനെ ഇയാൾ ഈ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പം ഒരു 3-4 നീറ് അകത്തോട്ടം കയറി. അവസാനം ഈ പാട്ടുണ്ടല്ലോ പാടുന്ന മോൻ പാടിയ പോലെ ഇരുന്നു. ഇതാ ഇവിടെ വരെ യുഗ സംഗമം. നമ്മളൊക്കെ എന്ത് പറ്റി? അശ്വിൻ നീറി പുകയുന്നുണ്ട്. അതെ, എനിക്ക് പെട്ടെന്ന് ആ ഒരു ഓർമ്മയാവുന്നത്. കാരണം അയാള് ഞാനും കൊണ്ട് 2 പാട്ട് പാടാൻ പുറയിലിരിപ്പുണ്ട്. അയാൾ മുഖ്യ ഗായകനാ. അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എവിടെയെങ്കിലും പിടിക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു വിഷണ്ണനായ സത്രാജിത്തിനെ പോലെ ഞാൻ ഇതാ ഇവിടെ വരെ മോൻ പാടിയപ്പോൾ അതാ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ, ആ ഒരു പോർഷൻ. പിന്നെ ഇതേ സെയിം പോർഷനാണ് എനിക്ക് ആ ദൂരപ്പകലിന്റെ തുടക്കം. പാടിക്കും. ദൂരപ്പകലിന്റെ തിരിമെല്ലെ താഴുമ്പോൾ ഗ്രാമം മിഴിപൂട്ടുമ്പോൾ പാടി തീരാത്ത പാട്ടുമായി സ്വപ്നത്തിൻ വാതിലിൽ വന്നവളേ നറുതേൻ മൊഴിയേ കഥ കേൾക്കൂ. പിന്നെ അവൻ വന്ന് മിസ്റ്റർ നീർ. ഇങ്ങനെ 1-2 സ്ഥലമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട്
ഓർക്കസ്ട്ര ഫാന്റാസ്റ്റിക് ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. ഓർക്കസ്ട്ര വാസ് സൂപ്പർ, ബ്യൂട്ടിഫുൾ. എന്തായാലും താങ്ക് യു ഫോർ ദ സോങ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, ശരത് സർ. ശിവാനി, സർ നല്ല പാട്ട് ശിവാനി, നല്ല എന്താ അത് തുടങ്ങുമ്പം തന്നെ എന്തൊരു സുഖമാണ്. ആ ഓപ്പണിങ് കേൾക്കുമ്പം തന്നെ ഒരു കുളിരാണ്. നന്നായിട്ട് പാടി. എനിക്കിതിൽ മിസ്സായ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷക്കുറവ് ഫീൽ ചെയ്തു. ഇപ്പം ചരണം പാടുമ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു പാത്തോസ് ആണ്, പാത്തോസ് വേർഷനാണോ ഈ പാടുന്നത് തോന്നി. ആ ദൂരെ പകലിൻ്റെ ഒന്ന് പാടിക്കേ. ദൂരെ പകലിന്റെ താനാനി എന്ന് പറയുമ്പോ ഞാൻ പൊട്ടിക്കരഞ്ഞു. നീറാണ് സത്യം. ഞാൻ എവിടെ കരയായിരുന്നു. ഇത്തിരി സന്തോഷമായിട്ട് പാടിക്കൂടെ? ദൂരെ പകലിന്റെ തിരിമെല്ലെ താഴുമ്പോൾ ഗ്രാമം മിഴിപൂട്ടുമ്പോൾ പാടി തീരാത്ത പാട്ടുമായി സ്വപ്നത്തിൻ വാതിലിൽ വന്നവളെ നറുതേൻ മൊഴി ഇനി നീ അറിയൂ ഹൃദയം പറയും കഥ കേൾക്കൂ. അത് കറക്റ്റ്. ഇപ്പൊ നന്നായി. ആ കൂ കറക്റ്റായിട്ട് കൊണ്ട് എത്തിക്കണം കേട്ടോ. രണ്ട് സ്ഥലത്തും അവനെ വഴി തെറ്റിച്ചതിന് ഒരു പങ്ക് നിനക്കും കൂടെ ഉണ്ട്. അവൻ നീറായതിന്റെ പിന്നിൽ നീയാണ് നീറി പുകയേണ്ടത് കേട്ടോ. അത്രേ ഉള്ളൂ. പക്ഷെ ഒരു എന്താ പറയണ്ട, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സുഖമുള്ള ഒരു മെലഡി. അതെൻ്റെ അമ്മായിയച്ഛൻ്റെ പാട്ടും കൂടെ ആയതുകൊണ്ട് കുറേയും കൂടെ സന്തോഷം. താങ്ക് യു സർ. ഇറ്റ്സ് ഓക്കെ. ഷാനിക്ക. ശിവാനി സർ നന്നായിട്ട് പാടി ശിവാനി. താങ്ക് യു സർ. ഒന്നാമത് ഇദ്ദേഹം ഭയങ്കര ബ്രൈറ്റായിട്ട് പാടി വച്ച ഒരു പാട്ടാണിത്. കാരണം പാടം പൂത്ത കാലം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു വിഷൻ നമ്മളിലേക്ക് എത്തും. ഒരു ഫുൾ നോട്ട് കൂടിയിട്ട് ആ അനുപല്ലവി ഒന്ന് പാടോ? ഓലത്തുമ്പത്തൊരു ഞാലു കെട്ടി നീ ഓണപ്പാട്ടൊന്നു പാടി പാടം കൊയ്യുമ്പോൾ പാടാൻ പനന്തത്തെ നീയും പോരാമു കൂടെ പുഴയോരത്ത് പോയി തണലേറ്റിരുന്ന് കളിയും ചിരിയും നുകരാം. കൊള്ളാം കൊള്ളാം. ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണോ? അപ്പൊ ഇത് എന്തായിരുന്നു സംഭവിച്ചത്? ഒറിജിനൽ സ്കെയിലിൽ സ്റ്റിക്ക് ഓൺ ചെയ്തോ അതോ കുറച്ചോ കൂട്ടിയോ? ഒരു ഹാഫ് നോട്ട് നമ്മൾ കുറച്ചു. അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം ഇപ്പൊ ഈ സ്കെയിൽ പാടിയപ്പോഴും വളരെ ഭയങ്കര ഡ്രാസ്റ്റിക് ഡിഫറൻസ് ആയിരുന്നു. ഇതായിരുന്നു ഈ പാട്ടിന് വേണ്ടിയിരുന്നത്. ഓക്കെ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇപ്പൊ പാടിയത്. നേരത്തെ ഇച്ചിരി ഒരു സാഡ്നെസ്സിന്റെ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു. സാഡ്നെസ് അല്ല, ഈ സാഡ്നെസ്സും ഈ പാട്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ സർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചേച്ചി. ശിവാനി ചേച്ചി, ഒന്നാമതൊരു ഉഗ്രം പാട്ട്. ഈ പാട്ടിന് തെങ് 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 ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലും എന്തൊക്കെ ദുഃഖം ഉണ്ടെങ്കിലും അത് മാറ്റി വെച്ച് നമ്മൾ അങ്ങ് സന്തോഷിക്കും. നമ്മളെല്ലാവരും ആ ഒരു സ്വിങ്ങിൽ അതിൻ്റെ കൂടെ ഇങ്ങനെ ചേർന്ന് പാടാൻ, സ്പെഷ്യലി അനുപല്ലവി ഇപ്പം സാറ് കറക്റ്റ് ചെയ്യുമ്പം തന്നെ മോളത് പാടി നിർത്തി എന്നുള്ള ആ ഹമ്മിങ് ഓട്ടോമാറ്റിക്കലി നമുക്കങ്ങ് കയറി വരും. അതാണ് ആ പാട്ടിൻ്റെ ഒരു ബ്യൂട്ടി. അത് ആ മനോഹരമായിട്ടുള്ളൊരു കോമ്പോസിഷൻ. ഫാന്റാസ്റ്റിക് സെലക്ഷൻ. മോള് പാടിയതും വളരെ നന്നായി പാടി, എനിക്കിഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ എടുക്കണം. ഓക്കെ, വേറൊന്നും പറയാനില്ല. ഓർക്കസ്ട്ര സൂപ്പർ, പൊളിച്ചടുക്കി, ഉഗ്രം പാട്ട്. പിന്നെ നമ്മുടെ MG സാറിന്റെ വോയിസ്. സാർ സാറിന്റെ വോയിസ് എന്ന് പറയുന്നത് അതൊരു മാജിക്കൽ വോയിസ് ആണ്. വീണ്ടും വീണ്ടും ഈ പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ സാറിന്റെ വോയിസ് ആണ് മനസ്സിലേക്ക് കൂടി ഇങ്ങനെ ഓടുന്നത്. കാരണം എത്രയോ പ്രാവശ്യം കേട്ടിട്ടുള്ള പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും താങ്ക് യു സർ ഫോർ ദിസ് ലവ്ലി മെലഡി. മോളെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ക്യാപ്റ്റൻ MG സർ. 9.1. താങ്ക് യു സർ. ശരത് സർ. 9 marks. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. ശിവാനി. Okay, so total 18.1. ശിവാനി, I am proud of you. താങ്ക് യു ചേച്ചി. അപ്പൊ സ്വാപ്പ് റൗണ്ടിൽ ഷാനിക്കയുടെ ടീം മാജിക് ബീച്ചിൽ നിന്ന് വരുന്നു ഹന.
ஆண்டவனே இதைத்தான் கேட்கிறேன். ராரிராரு ஓராரிரு ராரிராரு ஓராரிரு. ഹന ചേച്ചി സൂപ്പറായിട്ട് പാടി ഹന. ഭയങ്കര ഫീലായിരുന്നു. ഓക്കെ ചോദിക്കാം. ഓക്കെ ഹന എപ്പോഴും പറയണം ആരെ ഫസ്റ്റ് ചോദിക്കേണ്ട ഹന ഡിസൈഡ് ചെയ്തോ? മഞ്ജരി മാം. എപ്പോഴും ശരത് സാർ എന്നാണ് പറയാറില്ലേ? ഈ പാട്ട് ആരാ ഹനയ്ക്ക് സെലക്ട് ചെയ്ത് തന്നത്? അജൽ. അജൽ, അതായത് ഹനയ്ക്ക് ഏറ്റവും വിശ്വാസമുള്ള അജൽ. അതെ, അജൽ സൂപ്പർ സെലക്ഷൻ. ഹനയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി. മോളെ നന്നായി പാടി. താങ്ക് യു മാം. ക്യൂട്ട്, വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു സിംഗിങ്, ഭയങ്കര നിഷ്കളങ്കമായ ഒരു പാട്ട്. ഞാനിങ്ങനെ കേട്ടിരുന്നു, ആസ്വദിച്ചു മോള് പാടിയത്. ഓർക്കസ്ട്ര ആണെങ്കിൽ സൂപ്പർ ഓർക്കസ്ട്ര, സൂപ്പറായി വായിച്ചു. എല്ലാം കൊണ്ടും നല്ല രസമുണ്ടായിരുന്നു. ഹന, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഓൾ ദി ബെസ്റ്റ്. ഹന ഇങ്ങനെ ഏതെങ്കിലും സിനിമ കണ്ടിട്ട് കരഞ്ഞിട്ടൊക്കെ ഉണ്ടോ? ആകാശദൂത് അത് മാത്രമേ എനിക്കിപ്പോ ഓർമ്മയുള്ളൂ. ചിത്രം അത് കണ്ടിട്ടുണ്ട്. പുതിയ പടങ്ങൾ ഏതെങ്കിലും? ചിത്രത്തിനകത്തല്ലേ ലാലേട്ടൻ മോന് വേണ്ടി പോലീസുകാരനെ അടിക്കുന്നോ? അല്ല, അച്ഛനടിക്കുന്നോ? കിരീടമാണോ മോൾ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, ഇതേപോലെ അല്ലേ ചിത്രത്തില്. അതെ, തിലാഞ്ചേട്ടന് ലാസ്റ്റ് പോലീസ് പിടിക്കാൻ വരുന്ന സമയത്ത് അതെ, പോലീസ് പിടിക്കാൻ വരുന്നു. തിലാഞ്ചേട്ടൻ വരുന്നു. എന്നിട്ട് അപ്പം മോഹൻലാല് കുത്തുന്ന അച്ഛന് വേണ്ടിയിട്ട് ചിത്രം, അതൊരു നല്ല ചിത്രമായിരുന്നു. ഇത് പുതിയൊരു ചിത്രമാണ്. മോഹൻലാൽ കുത്തിയിടുമ്പോഴാണ് അച്ഛൻ നഗമ പാടുന്നത്. അച്ഛൻ അങ്ങോട്ട് കുത്തി കഴിയുമ്പോ ഇത് എല്ലാം ഒരു തീരുമാനം ആയി കഴിഞ്ഞാൽ എന്നോട് പറ, ഞാൻ വരാം. നല്ല ഫിലിമുകൾ കാണണം കേട്ടോ. ചിത്രത്തിന്റെ അവസാനം എന്താണ്? ഡയറക്ടറുടെ പേരെഴുതി വരുന്നത് എന്താണ് അവിടെ? അവിടുത്തെ സീനാണോ? അല്ല, അവസാനം ആ ഷോട്ട് ഫ്രീസ് ചെയ്തിട്ടാണ് ഡയറക്ടറുടെ പേരുള്ളത്. ഏതാണത്? ആ എന്താണ് കാണുന്നത്? അണ്ണ, എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അണ്ണ വേണം സംസാരിച്ചിട്ട് വാ, പിന്നെ അറിയിക്കും. എനിക്ക് SMS പടത്തിന്റെ ഫസ്റ്റ് അല്ലേ താങ്ക്സ് കാർഡ്. സോറി, അത് തീരുമ്പോ പിന്നെ എന്റെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നു. അപ്പം ലാലേട്ടൻ നിന്ന് ടാറ്റ. അല്ല, ഇത് ഇങ്ങനെ എത്തിയടാ. അപ്പൊ ചിത്രത്തിനെ കുറിച്ചാണോ ഇത്രയും നേരം പറഞ്ഞേ? ആണോ? ശരി. ചിത്രം ഫുൾ ലെങ്ത് കോമഡിയാണ്. ലാസ്റ്റ് മാത്രമേ ഉള്ളൂ ഇത്തിരി ട്രാജഡി. മോളെ നന്നായിട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു, പാട്ട് കേൾക്കാൻ രസമുണ്ടായിരുന്നു. കുറച്ച് പാത്തോസ് കൂടിയോ എന്ന് എനിക്ക് ചെറിയ സംശയം ഞങ്ങൾ ഇങ്ങനെ ഇവിടെ പ്രകടിപ്പിച്ചു. കുറച്ച് പ്ലെയിനായിട്ട് പാടാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഏനോ, അതൊന്ന് പാടാമോ? ഏനോ ദേവം സതി സേദ
ദാരാരാരരി. ദാ. ആ പഞ്ചമം അങ്ങനെ അവിടെ ചേർന്നിട്ടില്ലായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ചരണത്തിന്റെ എൻഡില് നീ ഇല്ലാമൽ ആ അത് കഴിഞ്ഞിട്ടുള്ള കണ്ണേ കലേമാനെ ശ്രുതിയും, ഈ രണ്ട് പോർഷനിലും ശ്രുതിയും പിന്നെ ലാസ്റ്റ് പല്ലവിയുടെ ഓപ്പണിങ്ങും കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ടോട്ടൽ ആ പാട്ടിൻ്റെതായിട്ടൊരു സുഖമുണ്ടല്ലോ. ബേസിക് ആയിട്ട് ഒരു പാട്ടെടുക്കുമ്പോൾ ആ പാട്ടിന് തന്നെ ഒരു 50 മാർക്കുണ്ട്. പിന്നെയാണ് അതിൻ്റെ മേളിൽ നിങ്ങൾ പെർഫോം ചെയ്യുമ്പം കൂടുതൽ മാർക്കുകൾ കിട്ടുന്നത്. മോള് നന്നായിട്ട് പാടി എങ്കിൽ നല്ല പാട്ടെടുത്തോണ്ട് വന്നു. ബട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതിനകത്ത്. കുറേ പോർഷൻസ് ഒക്കെ അതിമനോഹരമായിരുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. മോളെ നല്ല ഉഗ്രം പാട്ട്, Thank you, sir. സൂപ്പർ സെലക്ഷൻ, വണ്ടർഫുൾ പാട്ട്, നന്നായിട്ട് പാടി. താങ്ക് യു ഒരു സർ. ഇന്നസെൻസ് ഉണ്ടായിരുന്നു പാടുന്നതിൽ. മോളെ ഈ കണ്ണേ കളിമാനം ഒന്ന് പാടാമോ? കണ്ണേ കലൈമാനേ കന്നിമയിലന കന്നിമയിലേന കന്നിമയിലേന കണ്ടേനുനൈ നാനേ. കന്നിമയിലന കന്നിമയിലേന എന ലെന ആ ലെന അല്ല, അത് നടിയ. കന്നിമയിലേന കന്നിമയിലന കണ്ടേനുനൈ നാനേ കണ്ടേനുനൈ നാ. എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് മോൾ അതിൻ്റെ ഇടയിൽ കേട്ടോ. ഊമൈ என்றால் അതൊന്ന് പാടാമോ? ഊമൈ என்றால் ഒരു വകை அமைதி ഒരു വകை அமைதி ഒരു വകை அமைதி ഏഴை ஈழை என்றால் அதில் ஒரு அமைதி. ഓക്കെ ഓക്കെ ഓക്കേടാ ഓക്കെ. കോമ്പസിഷൻ്റെ അകത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കുറേയും കൂടെ കാര്യങ്ങൾ കിട്ടും. അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. മോള് നന്നായിട്ട് തന്നെ പാടിയത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷനിക അന്ന സർ. നന്നായിട്ട് പാടി പാടാ. താങ്ക് യു സർ. ഇപ്പൊ ടെക്നിക്കൽ ആയിട്ടുള്ള വശങ്ങൾ നമ്മളൊന്ന് മാറ്റി വെച്ചാൽ ഭയങ്കര രസമുണ്ടായിരുന്നു ഹന പാടുന്നത് കേൾക്കാൻ. പിന്നെ എന്തോ കറക്റ്റായിട്ടുള്ളൊരു പാട്ടും കിട്ടി. ആ ഒരു ഇന്നസെൻസ് ഇങ്ങനെ വാരി കോരി ഒഴുകുന്ന ഒരു പാട്ടും കിട്ടി. ഉഗ്രൻ സോങ് സെലക്ഷൻ ഹന, ഒന്നും പറയാനില്ല. അജലെ കളിക്കടാ. താങ്ക് യു. ഇനി നീ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അവർക്ക് കേട്ടോ. അപ്പം ഹന അത്രേ ഉള്ളൂ. പറയാനുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവർ പറഞ്ഞു. ഐ ലവ് യു മോളെ. ലവ് യു ടു സർ. താങ്ക് യു. താങ്ക് യു ഷനിക. മാർക്സ് ചോദിക്കാം. എം ജി സർ. 8.8. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. സെയിം 8.8 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി. ഹന മോള് സേ ദ മാർക്ക്. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 17.6. താങ്ക് യു ചേച്ചി. ബൈ. ബൈ.